Good morning to all Manilana gathered here. Today we have special personalities from Health Department Agri. I would like to invite Dr. Jojo Superintendent Agri, PHSC Hospital, Mohammad Abdul Latif, Health Supervisor, Shailaja Devi, Public Health Nurse Supervisor. I would like to invite Mohammad Abdul Latif for the awareness class. So please. Morning everybody. റാബീസ് കേട്ടിട്ടുണ്ടോ? റാബീസ് പേവിഷബാധ കേട്ടിട്ടുണ്ടോ? പട്ടി കഴിക്കുന്നതൊക്കെ അറിയാറുണ്ടോ? പല ആളുകൾക്കും പട്ടിയുടെ കടി കേൾക്കാം, അല്ലെങ്കിൽ പട്ടി വെറുതെ നമ്മളെ മാന്തി പോകാം, പൂച്ചയുടെ മാന്തൽ കിട്ടാം, ഇതൊക്കെ സംഭവിക്കാറുണ്ട് അല്ലേ? ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നമ്മൾ എന്താ ചെയ്യാമെന്ന് അറിയാം. നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എന്താ പ്രശ്നം? പട്ടിയുടെ കടി കഴിക്കുക, അല്ലെങ്കിൽ പൂച്ച നമ്മളെ സ്ക്രാച്ച് ചെയ്യുക, ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് പേവിഷബാധ വരാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് നമ്മുടെ പ്രദേശത്ത് വരുന്ന കേസുകളിൽ അധികവും കുട്ടികളാണ്, അല്ലെങ്കിൽ പട്ടിയുടെ കടിയേറ്റ് വരുന്ന, അല്ലെങ്കിൽ പൂച്ചയുടെ കടിയേറ്റ് വരുന്ന, മാന്തൽ കിട്ടി വരുന്ന കുട്ടികൾ അധികവും കുട്ടികളാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്തവണ ഈ പേവിഷബാധയുടെ സന്ദേശം കുട്ടികളിൽ എത്തിക്കാൻ വേണ്ടി എല്ലാ സ്കൂളുകളിലും ഇതുപോലുള്ള ക്ലാസ്സുകളും അസംബ്ലിയൊക്കെ വിളിച്ചു ചേർത്ത് ഇതിന്റെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ സ്കൂളിലും ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വിശദീകരിച്ച് അതിന്റെ ക്ലാസ്സുകളിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പട്ടിയുടെ കടിയേക്കുന്നുണ്ട്, പൂച്ചയുടെ മാന്തലേക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ പ്രദേശമായതിനാൽ, അട്ടപ്പാടി പ്രദേശമായതിനാൽ ഇതിലെ വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സംഭവിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കടിയേറ്റ ഭാഗം അല്ലെങ്കിൽ മാന്തൽ കിട്ടിയ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് 15 മിനിറ്റ് നേരം, അത് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, 15 മിനിറ്റ് നേരം നന്നായിട്ട് കഴുകണം. സാധാരണ വെള്ളവും സോപ്പും ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി വെള്ളം അപ്ലൈ ചെയ്യണം. നമ്മൾ കടിയേറ്റുന്ന അല്ലെങ്കിൽ മാന്തൽ കിട്ടിയെന്ന് അറിയുമ്പോൾ തന്നെ ഇത് നമ്മൾ ചെയ്യണം. എന്നിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പേ ഇത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയും വേണം, വീട്ടിൽ നിന്ന് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ വീട്ടിൽ കിട്ടുകയാണെങ്കിൽ ബിറ്റാഡിൻ എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്, പോവിഡൈൻ സൊല്യൂഷൻ. ഇത് ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് അവിടെ പുരട്ടി ക്ലീൻ ചെയ്യുക. ഇതാണ് ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. നേരത്തെ ആദ്യം പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധിക്കണം. 15 മിനിറ്റ് നേരം വെള്ളം ഒഴിച്ചുകൊണ്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകിയെടുക്കുക എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കടിച്ച മൃഗത്തിൽ നിന്ന് നമുക്ക് വിഷബാധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പേയുടെ വൈറസുകൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് നശിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക. ഇതിപ്പോൾ കടിയേറ്റ ഉടനെ പെട്ടെന്ന് നമുക്ക് ഈ രോഗം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പകരില്ല. വളരെ ചെറിയ വളരെ കുറഞ്ഞ അളവിൽ, വളരെ സ്ലോ ആയിട്ടാണ് ഈ വൈറസുകൾ നമ്മുടെ ശരീരത്തിന്റെ ഇതിന്റെ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ലതാണ് ഈ കഴുകിയെടുത്ത് വൃത്തിയാക്കി വെക്കുക എന്നുള്ള ഈ കാര്യം. അപ്പൊ അതെല്ലാവരും ഓർത്തു വെക്കുക. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പേവിഷബാധ വരാതിരിക്കാനുള്ള കുത്തിവെപ്പുകൾ നൽകാറുണ്ട്. അപ്പോൾ നേരത്തേക്ക് ഉണ്ടായിരുന്നത് നമ്മുടെ വയറിന്റെ ചുറ്റും, പൊക്കളുടെ ചുറ്റുമൊക്കെ കുത്തിവെപ്പ് എടുക്കുന്ന ഒരു സാഹചര്യമാണ് നേരത്തേക്ക് ഉണ്ടായിരുന്നത്. ഇപ്പൊ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറമെ വയ്ക്കുന്ന ഇഞ്ചക്ഷനുകൾ ലഭ്യമാണ്. IDRV എന്ന് പറയും, ഇൻട്രാഡെർമൽ വാക്സിൻ ഫോർ റാബീസ്. അപ്പൊ ഈ വാക്സിൻ നമുക്ക് നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ, ആരോഗ്യ സ്ഥാപനങ്ങളിലൊക്കെ ലഭ്യമാണ്. ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ IDRV വാക്സിൻ എടുക്കും. ഈ വാക്സിന് നമ്മൾ 4 ഡോസാണ് എടുക്കുന്നത്. 4 ഡോസ് എന്ന് പറഞ്ഞാൽ ആദ്യം ചെന്ന പാടെ ഒരു ഡോസ് എടുക്കും, പിന്നെ 3ാമത്തെ ദിവസം മറ്റൊന്ന് എടുക്കും, പിന്നെ 7ാമത്തെ ദിവസം മറ്റൊന്ന്, അത് കഴിഞ്ഞ 25 ദിവസം ആകുമ്പോൾ 4ാമത്തെ ഡോസ് എടുക്കും. ഈ 4 ഡോസ് നമുക്ക് വാക്സിൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ ഈ രോഗബാധയിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും.
അഥവാ നമുക്ക് പേവിഷബാധ വന്നു കഴിഞ്ഞാലോ ചികിത്സിക്കാൻ പറ്റുമോ? ഇല്ല. പേവിഷബാധ വന്നാൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കില്ല. മരണമാണ് പിന്നെ സംഭവിക്കുക. അപ്പോൾ രോഗപകർച്ച ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ മുൻകരുതലുകളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ വാക്സിനേഷൻ എടുത്താൽ ഒരു പരിധി വരെ നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കടിയുടെ കാഠിന്യം അനുസരിച്ച് പല കേടുകളായിട്ട് തിരിക്കുന്നുണ്ട് ഈ കടിയേറ്റ ഭാഗത്തെ നോക്കിയിട്ട്. അപ്പൊ അതിന് വളരെ ഗുരുതരമായ രീതിയിലാണ് നമുക്ക് രോഗം വന്നിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ കടിയേറ്റിട്ടുള്ളതെങ്കിൽ രോഗപകർച്ചയ്ക്കുള്ള സാധ്യത കൂടുതലാണ് എന്നതുകൊണ്ട് തന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന ഇഞ്ചക്ഷൻ കൂടി ഇതിന് കൂടെ നൽകാറുണ്ട്. അപ്പൊ കടിയേറ്റ ഭാഗം നോക്കിയിട്ട് അല്ലെങ്കിൽ കടിയുടെ തീവ്രത അനുസരിച്ചൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കും. ഡോക്ടർമാർ അതിന് സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് ഈ മൃഗങ്ങളുടെ കടി ഏൽക്കാതിരിക്കാനാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. കടി ഏറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, വാക്സിനുകൾ എടുക്കുക. അതുപോലെ നമ്മൾ വളർത്തുന്ന പട്ടികളെ വാക്സിൻ എടുത്തുകൊണ്ട്, പട്ടികളായാലും മറ്റു മൃഗങ്ങൾ, പൂച്ചകളായാലും മറ്റു മൃഗങ്ങളൊക്കെ ആയാലും ഇവരെയൊക്കെ പേപ്പട്ടി വിഷബാധയ്ക്കെതിരെയുള്ള റാബീസിനെതിരെയുള്ള വാക്സിൻ അവർക്കും നൽകുക. എന്നാൽ ഒരു പരിധി നമുക്ക് അവരിൽ നിന്നും രോഗബാധ ഉണ്ടാവാതിരിക്കാൻ സാധിക്കും. അപ്പോൾ അത് കൂടുതലായിട്ടൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. നമുക്കൊരു പ്രതിജ്ഞയുണ്ട്. ആ പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമ്മുടെ മുൻകരുതലുകൾ ആദ്യം സ്വീകരിക്കുക. സംഭവിച്ചു കഴിഞ്ഞാൽ, കടിയൊക്കെ ഏറ്റ് കഴിഞ്ഞാൽ നമ്മൾ വൈദ്യ സഹായം തേടിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ കൊണ്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇതിന് അവസരം നൽകിയ നമ്മുടെ സ്കൂൾ അധികൃതർക്കും ശ്രമിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസ്മരിക്കും. പേവിഷബാധയുള്ള നായ, പൂച്ച, മറ്റു മൃഗങ്ങൾ എന്നിവയുടെ കടിയേറ്റാൽ റാബീസ് രോഗമുണ്ടാകുമെന്നും റാബീസ് രോഗബാധ അതിമാരകമാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കോ മറ്റുള്ളവർക്കോ മൃഗങ്ങളുടെ കടിയേറ്റാൽ ഉടനടി സോപ്പും വെള്ളവും ഉപയോഗിച്ച് 15 മിനിറ്റ് ടാപ്പ് തുറന്ന് വെള്ളത്തിൽ വൃത്തിയായി കഴുകുകയും അധ്യാപകർ അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്നിവരെ അറിയിക്കുകയും ചെയ്യും. മൃഗപരിപാലനം, മൃഗങ്ങളുമായി സമ്പർക്കമുള്ള മറ്റ് ജോലികളിൽ ഏർപ്പെടുന്നവരും പേവിഷബാധയ്ക്കെതിരെ പ്രതിരോധ വാക്സിനുകൾ എടുക്കണമെന്ന് എനിക്കറിയാം. ഭക്ഷണാവശിഷ്ടങ്ങൾ, മറ്റു മാലിന്യങ്ങൾ എന്നിവ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് തെരുവ് നായ, പൂച്ച എന്നിവയ്ക്ക് അനുകൂല സാഹചര്യം എന്റെ വിദ്യാലയത്തിലോ വീട്ടിലോ പൊതു ഇടങ്ങളിലോ സൃഷ്ടിക്കില്ല എന്ന് ഞാൻ ഉറപ്പു തരുന്നു. റാബീസ് രോഗം പ്രതിരോധ വാക്സിൻ എടുത്തില്ല എങ്കിൽ 100% മരണകാരണമാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പേവിഷബാധ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഞാൻ പങ്കാളിയായിരിക്കും എന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. On behalf of the institution, I would like to extend my heartfelt gratitude to our esteemed guest, Mr. Muhammad Iqbal, then Mr. Akhil Choi, and the other experts from Agli Primary Health Center for conducting an awareness program on rabies and stray dog menace. Sincere thanks to the whole team for making this session very useful and informative. Thank you.